ഓം നമോ ഭഗവതേ വാസുദേവായ. വിരജാ നദിയും ശംഖചൂടും. കൊച്ചുമക്കളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ കഥ കേൾക്കാൻ. ഇന്ന് മുത്തശ്ശി പറയാൻ പോകുന്ന കഥ ഏതാണെന്നറിയാമോ? പറഞ്ഞു തരാം. നിങ്ങൾ വിരജാ നദിയെന്ന് കേട്ടിട്ടുണ്ടോ? വിരജാ നദിയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതെല്ലാം ഗോലോകത്തെ കഥയാണ് കേട്ടോ. ഗർഗഭാഗവതത്തിൽ ഉള്ളതാണ്. ഗോലോകത്ത് ഹരിയുടെ, അതായത് കൃഷ്ണന്റെ ഭാര്യമാരാണ് രാധ, വിരജ, ഭൂമി. ഇവർ 3 പേരും അതിൽ രാധയോടാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് രാധയ്ക്ക് അതിന്റെ അഹങ്കാരവും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാധയെ കൂടാതെ വിരജയുടെ കൂടെ രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണൻ. അപ്പോൾ രാധയുടെ സഖി പോയി രാധയോട് ഈ കാര്യം പറഞ്ഞു. രാധയ്ക്ക് ദേഷ്യം വന്നു. രാധ മനോഹരമായി അലങ്കരിച്ച രഥത്തിൽ കയറി കൃഷ്ണന്റെ അടുത്തേക്ക് പോയി. അവിടെ ദ്വാരപാലകനായി ശ്രീദാമാവുണ്ടായിരുന്നു. ശ്രീദാമാവ് തടഞ്ഞു. ശ്രീദാമാവിനെ ചീത്ത പറഞ്ഞ് രാധ അകത്തേക്ക് പോയി. രാധ വരുന്നത് മനസ്സിലാക്കിയ കൃഷ്ണൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. രാധ വരുന്നതറിഞ്ഞ് പേടിച്ച് വിരജ നദിയായി ഒഴുകി. ഇങ്ങനെയാണ് വിരജാ നദി ഉണ്ടായത്. പിന്നീട് എന്തുണ്ടായി എന്നറിയണ്ടേ? കൃഷ്ണനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ രാധയ്ക്ക്. അതുകൊണ്ട് രാധ തിരിച്ചുപോയി. വിരജ നദിയായി പോയപ്പോൾ കൃഷ്ണൻ തിരിച്ചു വന്നു. കൃഷ്ണൻ ഭഗവാനാണല്ലോ. വിരജയ്ക്ക് വീണ്ടും രൂപം നൽകി. അവർ വീണ്ടും ലാസ്യത്തിലേർപ്പെട്ടു. വിരജയ്ക്ക് 7 കുട്ടികളുണ്ടായി. ഒരു ദിവസം കുട്ടികൾ തമ്മിൽ വഴക്കിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി. വിരജ കുട്ടികളെ വഴക്കു പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണൻ അവിടെ നിന്നും പോയി മറഞ്ഞു. വിരജയ്ക്ക് ദേഷ്യം വന്നു. കുട്ടികൾ വഴക്കിട്ടത് കൊണ്ടല്ലേ കൃഷ്ണൻ പോയത്? വിരജ കുട്ടികളെ ശപിച്ചു. എന്താണ് ശപിച്ചതെന്നറിയണ്ടേ? ആർക്കും കുടിക്കാൻ പറ്റാത്ത ജലമായി, പിന്നെ വലിയ സമുദ്രമായി പോകട്ടെ എന്ന് ശപിച്ചു. പിന്നീട് വിരജയുടെ സങ്കടം കണ്ട് കൃഷ്ണൻ തിരിച്ചു വന്ന് അവളെ സമാധാനിപ്പിച്ചു. വിരജയെ, നീ ദുഃഖിക്കേണ്ട. ഇനി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ മക്കളെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. പിന്നീട് കൃഷ്ണൻ രാധയുടെ അടുത്തേക്ക് പോയി. രാധ കൃഷ്ണനെയും കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നോ? വഴക്കു പറയാൻ. കൃഷ്ണൻ വന്നതും രാധ ഇങ്ങനെ പറഞ്ഞു. അങ്ങേക്ക് സന്തോഷം എവിടെ കിട്ടുമോ അവിടേക്ക് തന്നെ പോയിക്കോ. വിരജയുടെ കൂടെ ഇരുന്നോ. എന്നെക്കൊണ്ട് നിനക്ക് ഒരു ഉപകാരവുമില്ലല്ലോ എന്ന്. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ അവിടെ നിന്നും പോയി. കൃഷ്ണഭക്തനായ ശ്രീരാമന് കൃഷ്ണൻ അവിടെ നിന്നും പോയത് കണ്ടപ്പോൾ അതിയായ സങ്കടവും രാധയോട് ദേഷ്യവും വന്നു. കാരണം രാധ വഴക്കു പറഞ്ഞതുകൊണ്ടല്ലേ കൃഷ്ണൻ പോയത്. അപ്പോൾ ശ്രീരാമാവ് രാധയോട് ഇങ്ങനെ പറഞ്ഞു. ഹേ രാധേ, നീ എന്താണ് ചെയ്യുന്നത്? നീ എന്തിനാണ് കൃഷ്ണനെ വഴക്കു പറയുന്നത്? കൃഷ്ണൻ ആരാണെന്ന് നിനക്കറിയില്ലേ? സാക്ഷാൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ ഭഗവാനാണ്. അനേക കോടി ബ്രഹ്മാണ്ടപതിയായി ഗോലോകത്തിൽ വസിക്കുന്ന ഈ ഭഗവാനാണ് എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നത്. നിനക്കും ശക്തി തരുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. എന്നിട്ടെന്തിനാണ് കൃഷ്ണനെ നീ നിന്ദിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ രാധ ശ്രീരാമാവിനോട് എന്തു പറഞ്ഞെന്നറിയണ്ടേ? രാധ ഇങ്ങനെ പറഞ്ഞു. ഹേ മൂഢ, നീ അച്ഛനെ സ്തുതിച്ചുകൊണ്ട് അമ്മയെ നിന്ദിക്കുകയാണോ? നിന്റെ ഈ ദുർബുദ്ധിക്ക് നീ ഒരു രാക്ഷസനായി ഈ ഗോലോകം വിട്ടുപോവുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീരാമാവിനും ദേഷ്യം വന്നു. ശ്രീരാമാവ് വിട്ടുകൊടുക്കുമോ? ശ്രീരാമാവ് രാധയോട് ഇങ്ങനെ പറഞ്ഞു. ഹേ രാധേ, നിനക്ക് ഇത്ര അഹങ്കാരമോ?
കൃഷ്ണന്റെ സഹായത്താലാണ് നീ എല്ലാവരാലും മാനിയായി തീർന്നത്. എന്നിട്ടാണോ നീ എന്നെ ശപിക്കുന്നത്? ഞാനും കൃഷ്ണന്റെ വലിയ ഭക്തനാണ്. അതുകൊണ്ട് ഞാനും നിന്നെ ശപിക്കുകയാണ്. നീ 100 വർഷം കൃഷ്ണനെ മറന്നു പോകട്ടെ. നീ ഭൂമിയിൽ ജന്മമെടുക്കുക. കൃഷ്ണൻ ഭൂമിയിൽ വന്നാലും നിനക്ക് കൃഷ്ണനെ ഓർമ്മ വരാതിരിക്കട്ടെ. ഇത് നിശ്ചയമായും സംഭവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഹരി, അതായത് കൃഷ്ണൻ വന്നു. കൃഷ്ണൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചത് വേണമെങ്കിൽ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് എന്നെ തന്നെ നിന്ദിച്ച മാതിരിയാവും. അതുകൊണ്ട് നിങ്ങളുടെ ശാപം അങ്ങനെ തന്നെ ഫലിക്കട്ടെ. രാധേ, നീ ദുഃഖിക്കേണ്ട. ഞാൻ ഭക്തർക്ക് ദർശനം നൽകാനും ഭൂഭാരത്തെ കുറയ്ക്കാനും വേണ്ടി ഭൂമിയിൽ ജന്മമെടുക്കും. അപ്പോൾ ഭക്തർക്ക് ദർശനം നൽകാൻ നീയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് സമാധാനമായി പോകൂ എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീദാമാവിനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ശ്രീദാമാവേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. നീ ഭൂമിയിൽ അസുരവംശത്തിൽ ജനിക്കും. അപ്പോൾ ഞാനും ഭൂലോകത്ത് ഉണ്ടാവും. നീ എന്നെ നിന്ദിച്ച് സംസാരിക്കും. എൻ്റെ രാസലീലയെ അവഹേളിക്കും. അപ്പോൾ എൻ്റെ കൈകൊണ്ട് തന്നെ നിനക്ക് മരണം സംഭവിക്കും. അപ്പോൾ നിനക്ക് പഴയ രൂപം തിരിച്ചു കിട്ടും. സമാധാനമായി പോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ സുധന്യൻ എന്ന രാജാവിൻ്റെ മകനായി ശ്രീദാമാവ് ഭൂമിയിൽ ജനിച്ചു. അവന്റെ പേരാണ് ശംഖചൂഡൻ. ഇവൻ കുബേരന്റെ സഹായിയായി ജീവിച്ചു. ഇപ്പോൾ ശംഖചൂഡൻ ആരാണെന്നും വിരജാനദി ആരാണെന്നും മനസ്സിലായോ മക്കളെ? ഇനി അടുത്ത ദിവസം പറയാം. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ. സർവം കൃഷ്ണാർപ്പണമസ്തു.